എന്താണത്? എന്നോടല്ല, ഞാൻ നിങ്ങളോടാ ചോദിക്കേണ്ടത്. എന്താ? അത് ചുരിദാറല്ലേ? അതെനിക്ക് മനസ്സിലാവുമല്ലോ. ഇത് ആർക്ക് വേണ്ടി ഓർഡർ ചെയ്തതാ? എനിക്ക് എന്തായാലും അല്ല. എനിക്ക് കഴിഞ്ഞ ദിവസം ചുരിദാർ എടുത്തതാ. പിന്നെ ആർക്കാ? ഇത് ശാലുവിന് വേണ്ടി ഓർഡർ ചെയ്താണ്. ശാലുവിന് 2 മാസം മുന്നല്ലേ ചുരിദാർ എടുത്തു കൊടുത്തത്? അതെ. പിന്നെന്താ ഇപ്പോ? അവൾക്ക് കോളേജിൽ എന്തോ പ്രോഗ്രാം ഉണ്ട്, അപ്പൊ ഒരു ചുരിദാർ വേണമെന്ന് പറഞ്ഞു. കോളേജിലെ പ്രോഗ്രാമിന് എടുത്തെടുക്കാൻ അവൾക്ക് അവളെ കിട്ടുവാനില്ലേ? അതെ, ഞാൻ അവളുടെ ആങ്ങളെയാണല്ലോ, ഞാൻ എടുത്തു കൊടുത്ത എന്താ കുഴപ്പം? എല്ലാ മാസവും ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാ? എല്ലാ ദിവസവും ചിലപ്പോൾ എടുത്തു കൊടുക്കേണ്ടി വരും പെങ്ങന്മാർക്ക്. അപ്പോഴോ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളത്? കഴിഞ്ഞ മാസം നിങ്ങളുടെ അമ്മേനെ ഡോക്ടറെ കാണിക്കണം, അതിന്റെ മുമ്പത്തെ മാസം നിങ്ങളുടെ അച്ഛനെ കണ്ണാശുപത്രിയിൽ കാണിക്കണം, ഇപ്പൊ പെങ്ങൾക്ക് ചുരിദാറ്, 2 മാസം മുമ്പ് പെങ്ങൾക്ക് ചുരിദാറ്. ഓരോ കാര്യങ്ങൾക്ക് നിങ്ങളെ ഉപയോഗിക്കൊണ്ടിരിക്കുക. ഈ വീട്ടിലത്തെ ഒരു കാര്യം നടത്താൻ നിങ്ങൾക്ക് നേരില്ല. നിങ്ങളുടെ അടുത്ത് കാശും ഇല്ല. എന്റെ കഴിയുന്നതും കഴിയാത്ത നോക്കിയിരിക്കുകയാണല്ലോ. പിന്നെ നിന്റെ കഴിഞ്ഞ ഇപ്പോഴത്തെ വേഷം കെട്ട് കഴിഞ്ഞ? ഇത് വേഷം കെട്ടല്ല. എന്റെ വീട്ടില് എനിക്കും കൂടെ കിട്ടേണ്ട കാശ് മറ്റുള്ളവർക്ക് കൊടുക്കണതിൽ ഇത്തിരി തന്നുണ്ട്. നമുക്കൊണ്ട് 2 കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവണത്. അവർക്ക് എന്തെങ്കിലും വേണ്ടേ? ഈ അധ്വാനിക്കേണ്ട സമയത്ത് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ആ നേരം നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പോട്ടെ, ശാലിന് എടുത്തു കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താ? അവൾക്ക് കെട്ടില്ലേ? അവർക്ക് എടുത്തു കൊടുത്തൂടെ? ഇത് കൊല്ലത്തിൽ ഒരിക്കലാണെങ്കിൽ ക്ഷമിക്കാം. ഇതും 2-3 മാസം കിടുമ്പോ ഓരോ ചുരിദാർ സാരി പറഞ്ഞിട്ട് ഞാനൊന്നും എന്റെ ആങ്ങളാരെ വലിയ കഷ്ടപ്പെടുത്തില്ലല്ലോ. അല്ലേലും പറഞ്ഞത് പറ്റില്ല എന്നൊക്കെ അറിയാം. ഞാൻ കണ്ടതിന് വരെ പറഞ്ഞു. ഇങ്ങനെ ആങ്ങളാരെ മുടിപ്പിക്കണ കുറച്ച് പെങ്ങന്മാരുണ്ട്. എത്ര ഉണ്ടെങ്കിലും ആങ്ങളാരെ അടുത്ത് കിട്ടണം, കൊടുക്കണം. വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒക്കത്തിലൊരു പരിധി ഉണ്ട്. ഇതെന്താ കുഴപ്പം മനസ്സിലായോ? നിന്റെ ആങ്ങളമാരെ നീ ബുദ്ധിമുട്ടിക്കണില്ല എന്നല്ലേ നീ പറഞ്ഞത്? ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല, കിട്ടില്ല എന്നറിയാം. അത് എല്ലാ ആങ്ങളമാരും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. പക്ഷെ ഞാൻ എന്ന് പറയണ ആങ്ങള എങ്ങനെയാണ്? എൻ്റെ പെങ്ങൾക്ക് വാങ്ങിയ ചുരിദാറാണ് ഇത്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നതാണ്. അവൾക്ക് കെട്ടിയവനുണ്ട്, ശരിയാണ്, അവന് നല്ല പ്രാപ്തിയുണ്ട്. ഇത് എൻ്റെ സ്നേഹമാണ്. എന്നോട് ഒരു ആങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടൊക്കെ ചിലപ്പോ വാങ്ങിച്ചെന്ന് വരും. 2 മാസം മുമ്പേ ഇത് മുതലാക്കലാണെങ്കിൽ അങ്ങനെ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ 2 മാസം മുമ്പേ അല്ലേ ചുരിദാർ അവൾക്ക് ഒരെണ്ണം വാങ്ങിക്കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരെണ്ണം ആവശ്യപ്പെട്ടപ്പോ വാങ്ങിക്കൊടുത്ത്. അതിന് ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അമ്മേനെ ഡോക്ടറെ അടുത്ത് കാണിച്ച കാര്യം നീ നേരത്തെ പറഞ്ഞില്ലേ? എൻ്റെ അമ്മേനെ ഞാനല്ലാതെ പിന്നെ ആരാ ഡോക്ടറെ അടുത്ത് കാണിക്കുക? അതിന് എനിക്ക് പൈസ ചെലവാകും. ഞാൻ അതിനാണ് ജോലി ചെയ്യാൻ പോകുന്നത്, പൈസ ഉണ്ടാക്കുന്നത്. അച്ഛന് അതും ഇതുപോലെ തന്നെ. അമ്മയും അച്ഛനെയും ഒഴിവാക്കിയിട്ടൊന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അവരുടെ കാര്യം നടത്തണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഓരോ മാസത്തിൽ ഓരോ ചെലവ്. നിങ്ങൾ ഒരാൾ മാത്രം എന്റെ മകനായിട്ടുള്ളത്, വേറെ ഇല്ലേ? ഈ പറഞ്ഞ ശാലുവിന് ഒരു ചെലവില്ല. എന്റെ വീട്ടിലത്തെ എന്റെ കുടുംബത്തെ കണക്ക് ഈ നോക്കണ്ട. ഞങ്ങൾ കുറെ ആണുങ്ങൾ വീട്ടിലേക്ക് വരേണ്ട കാശ് വന്നില്ലെങ്കിൽ ഞാൻ നോക്കും, ഞാൻ നടത്തുകയും ചെയ്യും, ഞാൻ ചോദിക്കുകയും ചെയ്യും. ഈ വീട്ടിലേക്ക് അല്ലേ? ഈ വീട് എന്ന് മുതലാ നിന്റേത്? നിന്നെ ഇങ്ങോട്ട് ഞാൻ ഭാര്യയായിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന്റെ ശേഷം അല്ലേ? അതിന്റെ മുമ്പ് ഇത് എന്റെ വീടാണ്, മനസ്സിലായോ? അപ്പൊ ഈ വീട്ടിലെ കാര്യം നോക്കാം ഇപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ ഉണ്ട്, അത് ഞാൻ ചെയ്തോളാം കേട്ടാ. അത് ഇതുകൊണ്ട് വരുന്ന നഷ്ടം ഞാനത് സഹിച്ചോളാം. എന്ന് തന്നെ പറയണം. എന്നു തന്നെ പറയും. പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. എന്തതിനൊക്കെ കാര്യമുള്ളു? ഒരു ബോധം എന്ന് പറയണത് തലയിലുണ്ടെങ്കിൽ സംസാരിക്കും.